പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യം വായിര്. അപ്പൊ ആർക്ക് പരിശുദ്ധാത്മാവ് കൊടുത്തു? ദൈവത്തെ അനുസരിക്കുന്നവർക്ക്, വചനത്തെ അനുസരിക്കുന്നവർക്ക്. അപ്പൊ അല്ലാത്തവരെ ഇരിക്കുന്ന ആത്മാവ്, വചനത്തെ അനുസരിക്കാത്തവരെ ഇരിക്കുന്നവരുടെ ആത്മാവ് ദൈവാത്മാവോ മനുഷ്യാത്മാവോ? ഇനി മനുഷ്യാത്മാവും വരാത്തവരയിൽ ഒന്നിരിപ്പുണ്ട്. എന്താണ്? പ്രാകൃതാത്മാവ്. അല്ല, കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ ലേഖനം 2:14 വായിച്ചോ. ഈ ആത്മാവുള്ളവൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, ദൈവത്തിന്റെ ഉപദേശം. അവന് കുറച്ച് പൈസ ഉണ്ടാക്കണം. ഒരു ദൈവത്തിന്റെ ഉപദേശവും അവൻ കൈക്കൊള്ളൂല്ല. കർത്താവിനെ കുറിച്ച് ഭിന്നത ഉണ്ടായോ? ആദ്യം ഉണ്ടായ ഭിന്നത എവിടെ നിന്ന്? കർത്താവിനെ കുറിച്ച് ഭിന്നത ഉണ്ടായോ? ഭിന്നത എവിടെ? ആദ്യം ഭിന്നത ഉണ്ടായ സംഭവം എന്താണ്? യോഹന്നാൻ 7:46. വേഗത്തിൽ അതിനു മുമ്പേ യെരുശലേമിൽ നിന്ന് 45 പേര് അവൻ ജനിച്ച സ്ഥലത്തെ കുറിച്ചൊരു തർക്കം ഉണ്ടായില്ല അവിടെ. ഭിന്നത കണ്ട. യേശു കർത്താവ് എവിടെ ജനിച്ചു എന്നതിന് എത്രാമത്തെ വാക്യം? അത് 41. എവിടെ ജനിച്ചു എന്നതിനെ കുറിച്ചാണ് തർക്കം. വചനം വായിച്ചാ പോരെ? പഴയ നിയമത്തിലും മീകാ പ്രവചനം 5:2 പുതിയ നിയമത്തിലും മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിലും വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിയിട്ടില്ലേ? ഇത് വായിക്കേണ്ടതിന് പകരം പ്രവാചകന്മാരെന്ത് പറഞ്ഞു, പ്രമാണികൾ എന്ത് പറയണം, ശാസ്ത്രിമാരെന്ത് പറയണം എന്ന് നോക്കിക്കൊണ്ട് സഭയ്ക്കകത്ത് ഭിന്നത ഉണ്ടാക്കുന്നവർ ഇവരാണ് പ്രാകൃതാത്മാവിൻ്റെ ആൾക്കാർ. ഇവർ സഭയ്ക്കകത്ത് വരും. ഇവരുടെ വേഷം ഭക്തിയുടെ വേഷമാണ്. എന്നാൽ ഇവരുടെ മോഹം ഭക്തികെട്ട മോഹമാണ്. വേഷത്തിൽ ഇവർക്ക് ഭയങ്കര ഭക്തിയാണ്. ഇവിടെ ഉള്ളത്തിനകത്തുള്ള മോഹം ഭക്തികെട്ട മോഹമാണ്. ഇവർ വേഷത്തിൽ ഭക്തി കാണിക്കുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ്റെ ആവശ്യം, ഇവരിൽ നിന്ന് എന്നെ എന്ത് ചെയ്യണം? എന്നെ വിടുവിക്കണം. പ്രിയ ദൈവമക്കളെ, ലോത്ത് സോദോമിലായിരിക്കുമ്പോഴും പത്രോസ് പറയുന്നത് വലഞ്ഞു പെയ്യ നീതിമാൻ എന്നാണ്. അല്ലേ? ഭക്തികെട്ട മോഹങ്ങളുടെ ഇടയിൽ പാർക്കുന്നവരെ കൊണ്ട് വലഞ്ഞു പെയ്യ നീതിമാൻ. ദൈവം അവനെ വിടുവിക്കാൻ ആ വലച്ചിൽ നിന്ന് അവനെ വിടുവിച്ചെങ്കിൽ, അതിനൊരു പ്രാർത്ഥന സഹായമായെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, പ്രാർത്ഥനയിൽ നിങ്ങൾക്കതിനെ വിടുവിക്കാനും ജയിക്കാനും കഴിയും. ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ ഉപദേശം തേടിയാൽ ഒരിക്കലും നിങ്ങൾക്ക് ജയിക്കാനും കഴിയില്ല, ഉപദേശത്തിൽ നിലനിൽക്കാനും കഴിയില്ല. പ്രാർത്ഥനയിൽ മാത്രമേ ഇതിനെ ജയിക്കാൻ കഴിയൂ. കാര്യം അവരെ ഉള്ളത്തിലിരിക്കുന്ന, അവരുടെ മാനുഷ്യ ആത്മാവിലിരിക്കുന്ന കാര്യം
എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയാവൂ, നമുക്കറിയാൻ കഴിയില്ല. അവരെന്തുദ്ദേശിച്ചു കൊണ്ടാണ് അത് പറഞ്ഞതെന്ന് ഞാൻ അനുവിൻ്റെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് പറഞ്ഞു, അല്യാസ്തോത്രം, ഞാനിവിടെ നിന്ന് ഇറങ്ങുന്ന 9 മണിക്ക് ഇറങ്ങിയാൽ അടുത്ത് ഞാൻ എന്താണ് പറയാൻ പോകുന്നു എന്ന് അനുവിനും അറിയില്ല, എനിക്കും അറിയില്ല. അറിയാമോ? 9 മണിക്ക് ഇറങ്ങിയാൽ ഞാൻ 11 മണിക്ക് എന്ത് സംസാരിക്കുമെന്ന്, അനുവിനെ കുറിച്ച് എന്ത് സംസാരിക്കുമെന്ന്, അനീഷിനെ കുറിച്ച് ഞാൻ എന്ത് സംസാരിക്കുമെന്ന് എനിക്കറിയില്ല, അനുവിനും അറിയില്ല. പക്ഷെ അറിയുന്ന ഒരാളുണ്ട്, ദൈവം. കാരണം അവൻ ആരംഭത്തിൽ തന്നെ അവസാനവും ഇയാളിവിടെ വന്നാൽ എന്ത് സംഭവിക്കും, ഇയാൾ ഒരു വാക്ക് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ എന്തുണ്ട് എന്ന് അറിയുന്ന ദൈവം. കാരണം ആരംഭത്തിൽ തന്നെ അവസാനവും എന്ത് ചെയ്ത് കഴിഞ്ഞു? ദൈവം കുറിച്ചു കഴിഞ്ഞു. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ അവസാനം നന്നായിരിക്കണം, ആരംഭത്തേക്കാൾ അവസാനം നന്നായിരിക്കണം. ആ അവസാനം നന്നായിരിക്കണമെങ്കിൽ ദൈവമേ, ഞാൻ നിന്നെ യഥാർത്ഥമായിട്ട് അന്വേഷിച്ചേ മതിയാവും. ഇപ്പം മരിക്കും, സ്വപ്പ കഴിഞ്ഞിട്ട് മരിക്കുമെന്നൊക്കെ യാക്കോബിനെ കുറിച്ച് പറഞ്ഞ സമയമുണ്ട്. അപ്പോഴൊന്നും യാക്കോബ് മരിച്ചില്ല. മരിച്ചോ? പിന്നെ എപ്പോഴും മരിച്ച്? എപ്പോഴും മരിച്ചത്? യാക്കോബ് പറഞ്ഞൊരു കാര്യമുണ്ടോ? എനിക്ക് 134 വയസ്സായി, എൻ്റെ യാത്ര കഷ്ടമാണ്, പ്രയാസമാണ്, മരിച്ചാൽ മതിയെന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചു. പക്ഷെ ഞാൻ വിചാരിച്ച കാര്യം നടന്നു. അതുകൊണ്ട് ഇപ്പം മരിക്കാൻ എനിക്ക് സമയം ഇല്ല. എൻ്റെ പിതാക്കന്മാരുടെ പ്രായം ഞാൻ ആയിട്ടില്ല. പക്ഷെ ഞാൻ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇപ്പം എനിക്ക് മരിക്കാൻ ഇഷ്ടമില്ല. പിന്നെ എപ്പോഴും മരിച്ചു? അസുഖമായി സീരിയസ് ആയി കിടന്നപ്പോഴേ യാക്കോബ് മരിച്ചില്ല. 12 മക്കളെയും വിളിച്ച് അടുത്ത് നിർത്തി അവർക്ക് സംഭവിക്കാനുള്ള എല്ലാം പറഞ്ഞു കൊടുത്ത്, എന്നിട്ട് എന്ത് ചെയ്തു? പടിയെ നമസ്കരിച്ചു, കട്ടിലേക്ക് കയറി കിടന്ന് ഞാൻ ഇതാ പോണടെ. അപ്പോൾ മറ്റുള്ളവരുടെയൊക്കെ അഭിപ്രായം എന്തായിരുന്നു? ഇപ്പോൾ തട്ടിപ്പോവും, ദോ പോണ്, അവിടെ കറുത്ത കൊടിയേറ്റ കുത്തിയ. പക്ഷേ യാക്കോബിനൊരു സമയം വെച്ചിട്ടുണ്ട്, അത് മക്കളെല്ലാം അനുഗ്രഹിച്ചിട്ടേ പോവുള്ളൂ. ആ ഒരു സമയം നിനക്കും ദൈവം വെച്ചിട്ടുണ്ട്. അതിന് ഈ ഭക്തികെട്ട ജാതികളിൽ നിന്ന് നീ എന്ത് ചെയ്യണം? വിടുവിക്കപ്പെടണം. കാരണം നമ്മുടെ തലമുറയോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. ആ വാഗ്ദത്തം കൊണ്ടൊന്ന് പറഞ്ഞു നോക്ക്. എന്താ പറഞ്ഞിട്ടുള്ള വാഗ്ദത്തം? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം 19-ാം വാക്യം ഒന്ന് വായിച്ചേ. യാക്കോബിൻ്റെ സന്തതിയോട് വ്യർത്ഥമായിട്ട് എന്നെ അന്വേഷിക്കണ്ട, ഉപകാരമില്ലാതെ പ്രയോജനമില്ലാതെ എന്നെ എന്ത് ചെയ്യണ്ട. ഒരു പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി മാത്രം നിങ്ങൾ എന്നെ അന്വേഷിച്ചാൽ മതി. ഇത് രഹസ്യത്തിലല്ല ദൈവം പറഞ്ഞത്, പരസ്യമായിട്ടാണ് പറഞ്ഞത്. എടാ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നിട്ട് നിന്റെ തലമുറയ്ക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ദൈവം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നീ ശരിയല്ലാതെ ജീവിച്ചു. യാക്കോബായിട്ടാണ് നീ ജീവിച്ചതെങ്കിൽ നിന്റെ തലമുറകൾ വ്യർത്ഥമായിട്ട് ദൈവത്തെ അന്വേഷിക്കണ്ട, ഉപകാരമില്ലാതെ അന്വേഷിക്കണ്ട. അവർക്ക് എന്തെങ്കിലും ഉപകാരം ദൈവം എന്ത് ചെയ്തിരിക്കും? കരുതി വെച്ചിട്ട് തന്നെയാണ് അന്വേഷിക്കാൻ പറഞ്ഞത്.
ഇപ്പൊ സങ്കീർത്തനക്കാരനൊരാഗ്രഹം, എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് ദൈവം കരുതി വച്ചിരിക്കുന്നത് പ്രാപിക്കണം. അതിന് ഇങ്ങനെയുള്ളവരിൽ നിന്ന് ഞാൻ വിടുവിക്കപ്പെടണം. ശരിക്കും അത് സഭയിലെന്ന ദൈവമക്കൾക്ക് ദുരുപദേശം കിട്ടുന്നത്, സഭയിൽ നിന്ന് ഭക്തികെട്ട മോഹം ഉണ്ടാകുന്നത്, അതിന് നേരായ ഉപദേശം അവർക്ക് കിട്ടാത്തതുകൊണ്ടാണ്. അതിന് സങ്കീർത്തനക്കാരൻ്റെ ആവശ്യം, എനിക്ക് യഥാർത്ഥ ആത്മാവിൽ ഒന്ന് ജീവിക്കണം, ദൈവാത്മാവിൽ എനിക്ക് ജീവിക്കണം. അതിന് ഇന്ന് ഒരുപാട് തടസ്സമുണ്ട്. എന്ത് തടസ്സം? ഒന്ന് ഭക്ഷണം, അധിക ഭക്ഷണം. അധിക ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? അമിത ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? 3 നേരത്തിൽ കൂടുതൽ എന്ത് നമ്മൾ തിന്നാലും അമിത ഭക്ഷണം തന്നെ. നമ്മളൊക്കെ ഒരുപാട് തിന്ന് അത് കണ്ടാണ് ഇപ്പോൾ അനുഭവിക്കണത്. 3 നേരം കഴിക്കാൻ പറഞ്ഞാൽ എന്തൊക്കെ കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം അമിത ഭക്ഷണം തന്നെ. അയ്യോ, ഒരു ചായ കുടിച്ചില്ലെങ്കിൽ തളർന്നു പോകും. ഒരു 11:30 മണിയാവുമ്പോൾ ചെന്നൊരു ചായയും കുടിച്ചൊരു കടിയും ദൈവം പറഞ്ഞ, അയ്യോ ഇപ്പം എന്തെങ്കിലും തിന്നില്ലെങ്കിൽ തല ഇറങ്ങി പോകും, വിഴുന്നു പോകും എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് ഒരു പഴവും എടുത്ത് തിന്ന് കുറച്ച് വെള്ളവും കുടിച്ചു. എനിക്കുണ്ടായിരുന്നത് ദുശീലങ്ങളാണ് ഇതൊക്കെ. അമിത ഭക്ഷണം, ദൈവം പറഞ്ഞതിനെ വിട്ട് ക്രമീകരണം തെറ്റിയുള്ള ആഹാരം. ഇനി മദ്യപാനം എന്തിനാണ് മദ്യം കഴിക്കുന്നത്? മദ്യം കഴിക്കുന്നത് എന്തിന്? മദ്യം കഴിക്കുന്നത് എന്തിന്? ഒരു വാക്യം ഞാൻ തരാം. സാദൃശ്യവാക്യം 23:35 വാക്യം ഒന്ന് വായിച്ചേ. 23:35. നമ്മുടെ വിഷയങ്ങൾക്കൊന്നും നമുക്ക് വേദന അറിയാതെ മുമ്പോട്ട് പോകണം. അത് നമ്മളിലോട്ട് നിങ്ങൾ വായിച്ചാൽ മതി. നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങളുടെ വേദന നമ്മൾ അറിയാതെ എന്ത് ചെയ്യണം? എടാ, വേദന സഹിക്കാൻ ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ വേദന സഹിച്ചേ മതിയാവും. ചിലപ്പോൾ രാത്രി കിടക്കുമ്പോൾ ഞാൻ ഈ കാലിൻ്റെ ഉപ്പിറ്റി കൊണ്ട് ഇപ്പുറത്തെ കാലിൽ ഞാൻ ചൊറിയുമ്പോൾ നേരം വെളുക്കുമ്പോഴാണ് കാണുന്നത് ദോശ കമത്തിയതുപോലെ കുറേ തൊലി എന്ത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്തത് എന്താണ്? നമുക്ക് ആശ്വാസത്തിന് വേണ്ടി ഇപ്പുറത്തെ ഉപ്പിറ്റി കൊണ്ട് ആ ഭാഗത്തിൽ കുറേയൊക്കെ ഞാൻ ചുമ്മാ സൈക്കിളെ ഓട്ടും പോലെ ചവിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ നമുക്ക് ഇത്തിരി ആശ്വാസം. നേരം വെളുത്തപ്പോഴാണ് കണ്ടത് ദോശ മലത്തും പോലെ മലത്തി തൊലി അത്രയും പോയി നല്ല ക്ലീനായിട്ടിരിക്കണം. അപ്പോഴും നമുക്ക് ആശ്വാസമാണ്. ഇതാണ് മദ്യം. ഏത് വിഷയത്തിന് വേദനയില്ലാതെ നമ്മൾ ജീവിക്കാൻ എന്ത് ഉപയോഗിക്കുന്നു അത് മദ്യം തന്നെ. അല്ല ചാരായം തന്നെ കുടിക്കണമെന്ന് ഇല്ല. അപ്പൊ ഈ വിഷയം അടുത്ത ഉപജീവന ചിന്ത. നീ ജോലിക്ക് പറഞ്ഞില്ലേ? ഇല്ല അണ്ണാ, ഇന്ന് പ്രാർത്ഥനയുണ്ട്. എടാ അങ്ങനെയൊക്കെ പറയൂ, ഇന്ന് നീ ജോലിക്ക് വന്ന് 1000 രൂപ കിട്ടേണ്ടതാണ്. നാളെ ജോലിയില്ലെങ്കിൽ നീ എന്തിനു ചെയ്യും? ഇത് കേൾക്കണതും പള്ളിയിൽ പോയി ഇറങ്ങിയ ആളെ ഇങ്ങോട്ട് പോയി ഈ ചിന്ത. ഇതെല്ലാം എവിടെ നിന്നാണ് കിട്ടിയത്? ശരിക്കും പറഞ്ഞ എവിടെ? സഭയിൽ നിന്ന് ഒരുത്തൻ ചെയ്ത് കാണിച്ചു കൊടുത്ത്. ഇതൊക്കെ അവൻ ജോലിക്ക് പോകണമെന്ന് കേട്ട് അവൻ്റെ വീട് എന്ത് ചെയ്യുന്നു? ഭംഗിയായിട്ട് കഴിഞ്ഞു പോകണം. മര്യാദയ്ക്ക് നീയും ജോലിക്ക്. എവിടെ നിന്നാണ് ഈ ദുരുപദേശം? സഭയ്ക്കകത്തുനിന്ന് പ്രമാണികൾ ചെയ്ത് കാണിച്ചു കൊടുത്തു. മനസ്സിലായില്ലേ? ഇതിൽ നിന്ന് എന്നെ വിടുവിക്കണം, ഈ അവസ്ഥയിൽ നിന്ന് എന്നെ വിടുവിക്കണം, എനിക്കത് ഒരു യഥാസ്ഥാനം വേണം. ഇതാണ് സങ്കീർത്തനക്കാരൻ്റെ ആവശ്യം. അവസാനം പറയുകയാണ്, എൻ്റെ ആത്മാവ്
വിഷാദിച്ച് ഞരങ്ങുന്നു. ഏത് സ്വീകരിക്കണം? പ്രമാണികൾ പറയണത് സ്വീകരിക്കണോ? വചനം പറയണത് സ്വീകരിക്കണം. ഏത് സ്വീകരിക്കണം? എൻ്റെ ആത്മാവിന് എന്നാ ദുഃഖം, വിഷാദം, ദുഃഖം, ഞരക്കം. പൗലോസ് പറയുന്നത് ഇത് രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നു. ഏത് സ്വീകരിക്കണമെന്ന് എനിക്ക് തന്നെ. ഇന്ന് ദൈവമക്കൾക്ക് അതല്ലേ? ആണോ? വീട്ടിൽ മാതാപിതാക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കറിയാം വചനം എന്തോ പറയണമെന്ന് നിങ്ങൾ നോക്കി പറയാം. ചാർച്ചക്കാർ പറഞ്ഞാൽ പറയാൻ ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഇതാണ് പറഞ്ഞത്. ദേശക്കാർ പറഞ്ഞാലും പറയാം ഞങ്ങളിപ്പം ഇത് ജോയി പാറയ്ക്കൽ പറഞ്ഞതുപോലെ മാർബിൾ പള്ളിയിൽ നിന്ന് മാർത്തോമ ചർച്ചിൽ നിന്നാണ് അദ്ദേഹം രക്ഷിക്കപ്പെട്ടത്. രക്ഷിക്കപ്പെട്ട് ചാണായിട്ട് മുഴുകിയ ഒരു കൂട്ടായ്മയിലേക്ക് പോയപ്പോൾ പുള്ളിയുടെ അപ്പം പറഞ്ഞെന്നാ, പുള്ളിയുടെ അപ്പം കഥാപ്രസംഗക്കാരനാണ്. അവന് ഭ്രാന്തെടുത്ത് മാർബിൾ തറയിൽ നിന്ന് അവൻ എവിടെ പോയി? ചാണകം മൊഴിയ തറയിലോട്ട് പോയി. എന്ന് ദേശക്കാരും കുടുംബക്കാരും പറഞ്ഞാലും അതിന് നമുക്ക് ബൈബിളിലെന്ന് മറുപടി കൊടുക്കാം. പക്ഷെ പള്ളിക്കകത്ത് വന്നിരിക്കുന്ന പാർശ്വം വിശ്വാസികളും തന്നെ ഇവിടെ ദുരുപദേശം പറഞ്ഞ ഏതിന്ന് മറുപടി കൊടുക്കും? ഏതിന്ന് മറുപടി കൊടുക്കും? നിങ്ങൾ പറ. ഇവിടെ ആത്മാവ് ഞരങ്ങും. ഇതിൽ വചനത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ വിഷാദത്തിൽ മുങ്ങും. ദൈവമേ, ഞാൻ വെച്ചിരിക്കുന്ന പ്രത്യാശ എനിക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് എൻ്റെ പ്രത്യാശ നഷ്ടപ്പെടാതിരിക്കാൻ എൻ്റെ ആത്മാവ് നിന്നിൽ പ്രത്യാശ വയ്ക്കാൻ എനിക്കൊരു യഥാസ്ഥാനം തരണം. ഇന്ന് പകൽക്കാലം സങ്കീർത്തനക്കാരനെ പോലെ നമുക്കും അതിൽ പ്രാർത്ഥിക്കാമോ?